കൊല്ലം ശക്തികുളങ്ങരയിൽ സർക്കാർ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഉപ്പുവെള്ളമെന്ന് പരാതി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെൻട്രൽ ബിൽഡിംഗിന്റെ നിർമ്മാണത്തിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം. കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. കാണാം കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രിയുടെ റിപ്പോർട്ട്. ദുരന്തം ക്ഷണിക്കുന്നവർ. ഞാൻ ഈ നിൽക്കുന്നത് ശക്തികുളങ്ങര ഫിഷിംഗ് ഹാർബറിലാണ്. എൻ്റെ പുറകിലൊരു ബിൽഡിംഗ് കാണാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെൻട്രൽ ബിൽഡിംഗ് എന്നാണ് പേര്. അതായത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന, അവർക്ക് വിശ്രമിക്കാനൊക്കെ ആയിട്ട് നിർമ്മിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇവിടെ ഇപ്പോൾ പണികൾ നടന്നു വരികയാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ തൊഴിലാളികളോ പണികളോ ഒന്നും നടക്കുന്നില്ല. അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഇന്ന് ഇവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബോട്ട് ഓണേഴ്സും അതുപോലെ തന്നെ നാട്ടിലെ ജനപ്രതിനിധികളും ഒക്കെ ചേർന്നിട്ട് ഈ പണി ഇന്ന് ഇവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഉന്നയിക്കുന്ന പ്രധാന പരാതി എന്ന് പറയുന്നത് തൊട്ടപ്പുറത്താണ് കായലുള്ളത്. ആ ഉപ്പുവെള്ളം, അവിടെ നിന്ന് ഉപ്പുവെള്ളം എടുത്തിട്ടാണ് ഈ കെട്ടിടത്തിലെ പണികൾ നടന്നത്. ശരിക്കും എന്താണ് ഏട്ടാ പരാതി? ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ എന്താണ് അതിന്റെ ബിൽഡിംഗ് ആണ്. നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹാർബറിന് ഇതിൻ്റെ ആവശ്യമില്ല. സ്ഥലം അല്ലാതെ തന്നെ ഒരുപാട് പരിമിതമാണ്. അപ്പോൾ ഈ ചെയ്യുന്ന ജോലി അവർ സർക്കാരിൻ്റെ കാശ് ഉപയോഗിച്ച് ചെയ്യുന്നൊരു വർക്ക്, അത് ചെയ്യുമ്പോൾ മാന്യമായിട്ട് ചെയ്യണ്ടേ? അതിന് ശുദ്ധജലം അവർക്ക് ഇവിടെ അവൈലബിൾ ആണ്. എന്നിട്ട് പോലും അവർ കായലിൽ നിന്ന് സബ്മേഴ്സിബിൾ പമ്പിട്ട് ഉപ്പുവെള്ളം പമ്പ് ചെയ്ത് കയറ്റി ഇതിൻ്റെ കോൺക്രീറ്റും അതിനോടനുബന്ധമായിട്ടുള്ള പണികളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉപ്പുവെള്ളം എടുത്ത് പണി നടത്തുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടു. അതാണോ ഞങ്ങളിത് തടഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇത് അടുത്ത ഭാവിയിലുള്ള ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടുന്നുണ്ടാകുന്നത് ഇത് എന്തായാലും ഇത് പൊളിച്ചു മാറ്റുന്ന അവസ്ഥയിലാണ് ഈ നിർമ്മാണം നടന്നിരിക്കുന്നത്. അത് പാടില്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പരാതി ഉന്നയിച്ച് വന്ന സമയത്ത് എഞ്ചിനീയറോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റേ കോൺട്രാക്ടേഴ്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ അവരോട് പരാതി പറഞ്ഞോ? ഞങ്ങളിവിടെ വരുമ്പോൾ ഇതിൻ്റെ കോൺക്രീറ്റ് മിക്സിങ് നടക്കുകയാണ്. മിക്സിങ് നടക്കുമ്പോൾ ഇവിടുന്ന് ഇത് ഈ ടാങ്കിൽ നിന്ന് ഒരു വെള്ളം കോരി അതിനകത്ത് ഒഴിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു ഓസ് കിടക്കുന്നു. ഓസ് കായലിലേക്ക് നീണ്ടു കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഓസിൻ്റെ പരിശോധന നടത്തിയപ്പോഴത്തേക്ക് അത് കായലിൽ നിന്ന് ഉപ്പുവെള്ളമാണ് എടുത്ത് പമ്പ് ചെയ്യുന്നത്. ഞങ്ങൾ വന്ന് ഇത് മിക്സ് ചെയ്യുന്ന ആളോട് ചോദിച്ചു, ഈ വെള്ളം എടുത്താണോ ചെയ്യുന്നത്? ഞങ്ങൾ ഇത് തന്നെ എടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു നിർമ്മാണം നടത്തുമ്പോൾ നിങ്ങൾ ഈ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കോൺക്രീറ്റ് നടത്തുന്നു ഇല്ല എന്ന് പറയും. പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത്? ഇത് സർക്കാർ പിന്നെ സ്ഥാപനമായതുകൊണ്ടാണോ നിങ്ങളിങ്ങനെ ചെയ്തതാണോ? അപ്പോൾ ഞങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചു, പിന്നെ എക്സിനെ വിളിച്ചു. അപ്പോൾ അവരെല്ലാം സമ്മതിച്ചു ഇത് തെറ്റാണ് ചെയ്തത്. ഇങ്ങനെ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഇതെല്ലാം കുത്തിപ്പൊളിച്ച് കളയാം, എന്നിട്ട് വേറെ പുതിയ കോൺക്രീറ്റ് ഇടാമെന്നാണ് അവർ പറഞ്ഞത്. യാതൊരു കാരണവശാലും ഈ പണി മുന്നോട്ട് ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇതാ നമ്മൾ പറഞ്ഞ വെള്ളം ഇതാണ്, ഇതാ ഉപ്പുവെള്ളം. ഈ ഓസ് കായലിൽ നിന്ന് ഡയറക്റ്റ് വന്ന് കയറുന്ന ഓസാണ്. ഈ പണിയെല്ലാം നടക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ് നടക്കുമ്പോഴത്തേക്കും ഓവർസിയറും എയും എല്ലാം ഇതിനകത്ത് കാണേണ്ടതാണ്. അവരെല്ലാം അറിവോടെയാണ് ഇത് നടക്കുന്നത്. 35 PPTയിൽ കുറയാതെ ഉപ്പുണ്ടാവും. ഈ ഉപ്പുവെള്ളം ഉപയോഗിച്ച് ഒരു കാരണവശാലും കോൺക്രീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കടൽ വെള്ളത്തിന് നമ്മൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഏകദേശം 35 PPT വരെ ഉണ്ട്. അത്രയും കാഠിന്യമായ ഉപ്പുള്ള വെള്ളം ഉപയോഗിച്ചാണ് ഇവർ ഇതിൻ്റെ വർക്ക് നടത്തിയിരിക്കുന്നത്. വലിയ കെടുകാര്യസ്ഥതയുടെ വിവരങ്ങളാണ് ഇവർ ഇപ്പോൾ ഈ പങ്കുവെക്കുന്നത്. അതേ നമുക്ക് നോക്കുമ്പോൾ വലിയ രീതിയിൽ പണികൾ നടക്കുന്ന കെട്ടിടമാണ്. ഇതിനകത്തേക്ക് കയറുമ്പോൾ കോൺക്രീറ്റ് പണികളൊക്കെ പുരോഗമിച്ച് വരുന്ന കാണായിരുന്നു. നമുക്ക് കടലിൽ നിന്ന് നേരിട്ട് തന്നെ ആ ഓസ് ഉപയോഗിച്ച് വെള്ളം ഈ ടാങ്കിലേക്ക് മാറ്റിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആ ടാങ്കിൽ നിന്നും ആ വെള്ളം ഉപയോഗിച്ചാണ് ഇവർ ഈ നിർമ്മാണ പ്രവർത്തികൾ നടത്തിക്കൊണ്ടുമൊക്കെ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ ഉള്ളവർ ഈ സ്ഥലത്ത് ഉണ്ടാവുകയും ചെയ്തു. അവർ സമ്മതിക്കുകയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.